ഭൂരിപക്ഷ വർഗീയതയെ ന്യൂനപക്ഷ വർഗീയത കൊണ്ട് എതിർക്കാൻ കഴിയുമോ? അങ്ങനെ ഒരു വർഗീയതയെ മറ്റൊരു വർഗീയത ഉപയോഗിച്ച് എതിർക്കാൻ പുറപ്പെട്ടാൽ വർഗീയമായിട്ടുള്ള പ്രശ്നങ്ങൾ അവസാനിക്കില്ല. എപ്പോഴും ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ അത് ചോദ്യം ചെയ്യപ്പെടേണ്ടതും എതിർക്കപ്പെടേണ്ടതും തന്നെയാണ്. പക്ഷേ മതനിരപേക്ഷ ജനാധിപത്യ ഇടതുപക്ഷ ചേരിയുടെ ഭാഗമായി നിന്നുകൊണ്ടായിരിക്കണം ആ ചോദ്യം ചെയ്യൽ. അല്ലാതെ മറ്റേ ഭൂരിപക്ഷ വർഗീയത സ്വീകരിക്കുന്ന അതേ സമ്പ്രദായങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ചോദ്യം ചെയ്യാൻ പുറപ്പെട്ടാൽ അത് ആത്മഹത്യാപരമായിരിക്കും. കാരണം വർഗീയത, രണ്ട് വർഗീയതയും പരസ്പര പൂരകമാണ്. ഭൂരിപക്ഷ വർഗീയത ന്യൂനപക്ഷ വർഗീയത ഉണ്ടാക്കുന്നുവെങ്കിൽ ന്യൂനപക്ഷ വർഗീയത ഭൂരിപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്ന നിലയാണ് വരിക. രണ്ടും പരസ്പര പൂരകമായിട്ടുള്ളതാണ്. എല്ലാ വർഗീയതയും എതിർത്തു പോകാൻ കഴിയണം. എല്ലാ വർഗീയതയും ചോദ്യം ചെയ്യാനാവണം. വർഗീയമായിട്ടുള്ള ചേരിതിരിവ് നമ്മുടെ രാജ്യത്തിന് ഗുണം ചെയ്യുന്നതല്ല. മതനിരപേക്ഷതയുടെ ഭാഗമായി എല്ലാവർക്കും അണിചേരാൻ കഴിയണം. അതാണ് മതനിരപേക്ഷ ചിന്താഗതിയുടെ ഏറ്റവും പ്രസക്തമായ ഭാഗം എന്ന് നാം കാണണം. ഇവിടെ ഇരുട്ടിനെ ഇരുട്ടുകൊണ്ട് നേരിടാൻ പുറപ്പെട്ടാൽ അതിൻ്റെ ഫലം കൂരിരുട്ട് മാത്രമായിരിക്കും. വർഗീയതയെ വർഗീയത കൊണ്ട് നേരിട്ടാൽ നാടിൻ്റെ നാശത്തിനാണ് അത് വഴിവെക്കുക. ഇരുട്ടിനെ നേരിടേണ്ടത് വെളിച്ചം കൊണ്ടാണ്. അതുപോലെ വർഗീയതയെ നേരിടേണ്ടത് മതനിരപേക്ഷത കൊണ്ടാണ്. ആ മതനിരപേക്ഷ ആശയത്തിൽ ഊന്നിയാണ് നമ്മുടെ ഭരണഘടനയടക്കം നിലനിൽക്കുന്നത്. മതനിരപേക്ഷത നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. നമ്മുടെ രാഷ്ട്രം മതനിരപേക്ഷമാകണോ മതാധിഷ്ഠിതമാകണോ? ആ ചർച്ച ഭരണഘടനാ അസംബ്ലിയിൽ തന്നെ നടന്നിരുന്നു. വിശദമായി ചർച്ച നടന്നൊരു കാര്യമാണ്. അന്ന് മതാധിഷ്ഠിതമാകണം എന്ന് വാദിച്ച ആളുകളുമുണ്ട്. പക്ഷേ രാജ്യം ഭരണഘടനാ അസംബ്ലി തീരുമാനിച്ചത് മതനിരപേക്ഷ രാഷ്ട്രമാകണമെന്നാണ്. മതനിരപേക്ഷതയിലൂന്നിയുള്ള ആ നിലപാടാണ് എല്ലാ രീതിയിലും ഗുണം ചെയ്തത് എന്നത് നമ്മുടെ അനുഭവവും നമ്മുടെ ചുറ്റുമുള്ള അനുഭവങ്ങളുമെല്ലാം സാക്ഷ്യപ്പെടുത്തുന്ന കാര്യമാണ്. അപ്പോൾ മതനിരപേക്ഷത സംരക്ഷിക്കപ്പെടുക എന്നത് ഏറ്റവും പ്രധാനമാണ്. അതിന് വർഗീയത അത് എത്ര ചെറിയ അളവിലുള്ളതായാലും അത് വിമർശിക്കപ്പെടുക തന്നെ